സ്ത്രീകളെപ്പോലെ പുരുഷന്മാരും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പ്രതീക്ഷകളുടെയും കടുത്ത സമ്മർദ്ദങ്ങളുടെയും ഇരകളാണ്. രത്ന പദക്ഷ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. 8/8/2026 മാതൃഭൂമിയിൽ കണ്ടൊരു വാർത്തയാണ്. സ്ത്രീകളെപ്പോലെ പുരുഷന്മാരും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പ്രതീക്ഷകളുടെയും കടുത്ത സമ്മർദ്ദത്തിൻ്റെയും ഇരകളാണ്. ഭയങ്കരമായിപ്പോയി. സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും ലക്ഷ്യമിട്ടുള്ള സംവാദങ്ങൾ സ്ത്രീകളിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുകയാണെന്ന് പ്രശസ്ത ബോളിവുഡ് താരം രത്ന പദക്ഷ ഷീ ദി പീപ്പിളിന് നൽകിയ അഭിമുഖത്തിലാണ് 69-കാരിയായ താരം ലിംഗസമത്വത്തെയും പിതൃമേധാവിത്വത്തെയും കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. മൈ ഗാഡ്, ഇതിനകത്ത് അങ്ങനെയും ഇല്ല. അതിനകത്തുള്ള രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എന്ത് വിഷയം എടുത്താലും ഇത് സ്ത്രീയുടെ വിഷയം, പുരുഷൻ്റെ വിഷയം, അതുമല്ലെങ്കിൽ ഇത് ട്രാൻസ്ജെൻഡറിൻ്റെ ഇഷ്യൂ, അതുമല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രത്യേകം പറയുന്നതിനകത്തൊരു കുഴപ്പമുണ്ട്. എല്ലാവരും കപ്പൊക്കെ പിടിച്ച് യുവന്മാർ കപ്പി കുടിക്കുമെന്ന് കാപ്പിയോ ചായയാണെന്ന് എന്താ ഉറപ്പ്? 2 അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ. കോഫി വിത്ത് അരുൺ എന്നൊക്കെ പറഞ്ഞ പരിപാടിക്കകത്ത് മുട്ട ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് ബ്രാൻഡി ആണെന്ന് എനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ 2 ഒഴിച്ച് അടിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. പക്ഷേ ഇത് കാപ്പിയാണ്, അല്ല ഇത് ചായയാണ്. കട്ടൻ ചായ. ഇങ്ങനെ ഊതി കാണിക്കാൻ പറയണം. ഊതുമ്പോൾ കണ്ണാടിയിൽ ചൂട് വരണം. പക്ഷെ കട്ടൻ കാപ്പിക്കകത്ത് റമ്മ ഒഴിച്ചടിക്കാം. രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിക്കകത്ത് റമ്മ ഒഴിച്ച് കുടിച്ച് ഒറ്റ സിപ്പ് എടുക്കുകയാണെങ്കിലോ, ഒരു സ്മോൾ ഒഴിച്ചിട്ട് കട്ടൻ കാപ്പി നെസ്കഫിയിലോ ബ്രൂവിലോ അടിച്ചിട്ട്, നെസ്കഫി ആണെന്ന് തോന്നുന്നു ബെറ്റർ, ഒന്നോട്ട് ഒറ്റ ഒരു സിപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിങ്ങനെ ഒറ്റ തെളിയല, എല്ലാം ക്ലാരിറ്റി. എന്നാ തെളിയല. നമ്മളവർക്ക് ഇത്രയും തെളിഞ്ഞ് കാണാൻ കണ്ണിനകത്തോട്ട് എന്തോ ഇമ്പൾസാണ് പോയെന്ന്, അങ്ങോട്ട് എന്തോ ഭയങ്കര എനർജിയൊക്കെ ചെന്നിട്ട് ആവുന്ന ഒരു സാധനം വരുമെന്നേ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ, പുരുഷന്, സ്ത്രീയെ, കുട്ടികൾ ഇങ്ങനെയല്ല ഇത് വേണ്ടത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ, അല്ലാതെ അതിന് ജെൻഡർ, ഏജ്, ലാംഗ്വേജ്, ഫിനാൻസ്, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ബയോളജി അങ്ങനെ എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ പട്ടിണിയിലാണെങ്കിൽ അതിനകത്ത് സംവരണം നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഇവിടെ ഞാൻ പലരോടും തർക്കിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാതിയിൽ എന്തെങ്കിലും ഒരു കൂതി ഉണ്ടെങ്കിൽ, ജാതിയിലൂടെയുള്ള കൂതിയിൽ വഴി വരുമ്പോഴുള്ള ആദി അല്ല മുന്തിയ ജാതിയാണെന്ന് പറയുന്ന ഒരാൾ, അയാൾ പട്ടിണി കിടക്കുകയാണ്, അയാൾക്ക് ദാരിദ്ര്യത്തിലാണ്, അയാളെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കണം. കാരണം അവരാണല്ലോ ഇന്നത്തെ നിലയിൽ താഴ്ന്നു കിടക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ, എന്തോ കാരണവശാലും അവർക്ക് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആവുന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്ന് ജാതി സിസ്റ്റം അല്ല, ഇന്നെല്ലാം ഫിനാൻഷ്യലാണ്. അപ്പോൾ അവരുടെ ഫിനാൻസ് വളരെ മോശമാണെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്, അല്ലാതെ ജാതി നോക്കിയിട്ടും മതം നോക്കിയിട്ടും അങ്ങനെ കാസ്റ്റൊക്കെ വെച്ചിട്ടുള്ള ഈ ഡിസ്ക്രിമിനേഷനൊക്കെ മാറ്റിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പലരും അപ്പോഴും ഇവിടുത്തെ റിസർവേഷൻ ഇങ്ങനത്തെ സിസ്റ്റത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഒരു തെറ്റായ ധാരണയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ ജെൻഡറിൻ്റെ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നം അവിടെയുണ്ട്. പലപ്പോഴും പല കാസ്റ്റിൽപ്പെട്ടവരും വലിയ നിലയിലൊക്കെയാണ്, പക്ഷേ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അതേപോലെ തന്നെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും അതേപോലെ തന്നെ ഈ റിസർവേഷൻ്റെ സാധനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? പഠിക്കാൻ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളിടത്തു നിന്ന് ഒരാളെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുക. പക്ഷെ പരീക്ഷയിലോ ജോലി സ്ഥലത്തോ ഈ പറഞ്ഞ പോലത്തെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യരുത്. അത്രയും ഞാൻ എന്നും പറയും. ഇതിനകത്ത് എന്തൊക്കെ എതിർപ്പുണ്ടായാലും അതൊരു ശരിയായ നടപടിയല്ല, അതൊരു മനുഷ്യത്വരഹിതമായ പരിപാടിയായിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാം മനുഷ്യരായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാൾക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ.
ഇതിപ്പോൾ ജാതി ഉള്ളവർക്ക് ചിലപ്പോൾ വലിയ പ്രശ്നമായിരിക്കും, മതമൊക്കെ ഉള്ളവർക്ക് ഇത് വലിയ വിഷയമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ജാതിയും മതവും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ മുന്നിയതാണോ കുറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളിത് കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പിന്നെ പറയുന്നത്, അയ്യോ അയാൾ ജാതിയിൽ കൂടിയ ആളായതുകൊണ്ടാണ് അയാൾക്ക് ഇത് കിട്ടാത്തത്. ഞാൻ ചോദിക്കാതെ എന്താ അയാൾക്ക് കിട്ടാത്തത്? വേറെടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ജാതിയിൽ കുറഞ്ഞ ആളാണെന്ന് അങ്ങനെ എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കും. ഇതെങ്ങനെ മനസ്സിലാവുന്ന ആളുകൾക്ക്? എനിക്ക് പിടികിട്ടത്തില്ല പെട്ടെന്നൊന്നും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? അയാളുടെ ഫിനാൻസ് എങ്ങനെയാണ്? അയാളുടെ ജാതി ഏതാണ്? അയാളുടെ റിലീജിയൻ ഏതാണ്? പേര് കേട്ടാൽ ചിലപ്പോൾ ചിലരുടെയൊക്കെ റിലീജിയൻ മനസ്സിലാവും. മുഹമ്മദ് എന്നൊക്കെ പേരുള്ളപ്പോഴും ക്രൈസ്റ്റ് എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം. കൃഷ്ണൻ എന്നൊക്കെ പേരുണ്ട് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ അജു എന്നൊക്കെ പേരിട്ടാൽ മനസ്സിലാക്കാൻ പാടാ. പലരും എന്നോട് ചോദിക്കും ഫുൾ നെയിം ഒന്ന് പറയാൻ. അപ്പം ഞാൻ പറയാം ഇത് അജു, അതൊക്കെ മതിയെന്ന് പറയാം. ടച്ചിങ്സ് എടുത്തില്ല. കാപ്പിക്ക് എന്ത് ടച്ചിങ്സ്? ചായ തെറ്റിപ്പോവും. എന്താ അങ്ങ് കുടിച്ചതെന്ന് വെച്ചാൽ എല്ലാം തണുത്തു പോവും. അതുകൊണ്ടങ്ങ് കുടിച്ചാൽ. ഞാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ നേരത്ത് അങ്ങനെ ഞാൻ ചായയോ കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യാത്തതാണ്. അപ്പം ഇമാതിരി വിഷയങ്ങൾ എന്തു വന്നാലും ഇവിടെ ജെൻഡറിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആക്കി മാറ്റുമെന്നേ. എന്തൊരു വിഡ്ഢിത്തരം അത്. അങ്ങനെയാണോ? ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളാണ്. കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ പട്ടിയും പൂച്ചയുമാണ്. അത് പൂച്ച അത്രയും വരത്തില്ല, പക്ഷെ പട്ടികളാണ്. അപ്പോൾ ഈ പട്ടികളും എല്ലാം കഴിഞ്ഞിട്ടാണ് സ്ത്രീ വരുന്നത്. സ്ത്രീയും പുരുഷനും അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പുരുഷന് ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എന്താ പറയുക സ്ട്രെങ്ത് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുന്തോറും മെൻ്റൽ സ്ട്രെങ്തും കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം ഫിസിക്കലി വീക്കായ ഒരാൾക്ക് മെൻ്റലിയും വീക്കാവാം. ഫിസിക്കലി വീക്കായതുകൊണ്ട് മെൻ്റൽ വീക്ക്നെസ് ഉണ്ടാകണമെന്നില്ല, വീക്കാവണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും അത്ര ഫിസിക്കലി ഫിറ്റാന്ന് കരുതി മെൻ്റലി ഭയങ്കര ഫിറ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. കാരണം നമ്മൾ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടായി തളർന്നു പോവുകയോ കാലൊടിഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മെൻ്റലി വീക്ക് ആവത്തില്ലേ? ആ ഒരു സൈഡാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഭയങ്കര ഫിറ്റായിട്ടുള്ളൊരുത്തിന് മെൻ്റൽ വീക്ക്നെസ് ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ബാധിച്ചെന്ന് വരത്തില്ല. ഇത് രണ്ടും കൂടെ വന്നാലോ? അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ശരിയാണ്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെട്ടാൽ കൂടുതൽ വേദനിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാം സമ്മതിച്ചു. പക്ഷേ എന്നിരുന്നാലും ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജെൻഡർ നോക്കിയിട്ട് പിന്നെ കാര്യമൊന്നുമില്ല. അതൊരു മെൻ്റൽ ഡിസോർഡറായിട്ടേ ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. അത് ഡിപ്രഷൻ ആവാം, ആങ്സൈറ്റി ആവാം, ബൈപ്പോളർ ആവാം, സ്കീസോഫ്രീനിയ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവാം. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറോ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡറോ എന്ത് വേണേലാവാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കണ്ടാൽ മതി ആൾക്കാരെ. ഇത് എന്ത് പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരാൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അയാളുടെ മാനസിക നിലയുടെ അവസ്ഥകൾ വെച്ചിട്ട് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്തിട്ടാണല്ലോ ഇവരുടെ ദാമ്പത്യം പെട്ട ഈ പറഞ്ഞ പോലെ ഫിനാൻസ് എന്ന് പറയുന്ന സാധനം നശിച്ചു പോകുന്നത്. അവർക്ക് ആ ഒരു എല്ലാ ജോലിയും എടുക്കാനും പറ്റത്തില്ല, ചിലർക്ക് എല്ലാ ജോലിയൊന്നും പറ്റത്തില്ല, ചിലർക്ക് ചില ജോലി മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളില്ലേ? അപ്പോൾ അതിനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടുത്തെ സിസ്റ്റത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ട്രാൻസ്പെറൻസി വന്നു കഴിഞ്ഞാൽ ഫുൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കി എല്ലാവരോടും ഇടപെടാൻ പറ്റും. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകത്തില്ല. ഇക്വാളിറ്റി ഏറ്റവും പോസിബിൾ ആകുന്നത് ട്രാൻസ്പെറൻസിയിലാണ്. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുകയേ രക്ഷയുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജാതിയുണ്ട് മതമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതില്ല. നമുക്ക് വേണ്ടത് കണക്ക്, തെളിവ്. ഈ രണ്ട് സാധനങ്ങളില്ലാതെ ഒരു സാധനത്തിനെയും വിശ്വസിക്കരുത്. ദൈവത്തിനെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഒന്നിനും വിശ്വസിക്കേണ്ട കാര്യമില്ല, മനുഷ്യരെയും വിശ്വസിക്കരുത്. പട്ടിയോ പൂച്ചയൊക്കെ വിശ്വസിച്ചാൽ അതുങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഒരു പട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പൂച്ചയ്ക്കും അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഇപ്പം മൃഗങ്ങളെ പേടിക്കണ്ട, പക്ഷികളെയും പേടിക്കണ്ട. നമുക്കറിയാം അവരെന്തുവാ. മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് സിസ്റ്റം മാറ്റുക എന്നുള്ള ഒറ്റ വഴിയല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് പഴയ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ജുഡീഷ്യൽ ലോ ആൻഡ് ഓർഡറും മറ്റതും മറിച്ചതും എന്താ പറയുക IPCയും BNSും ഒക്കെ മാത്രം പോരാ. അതിനോടൊപ്പം തന്നെ ട്രാൻസ്പെറൻറ്റ് ഗവേണൻസ് നിർബന്ധമായും വേണം. ഇന്ന് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കൃത്യമായി, ഏറ്റവും എന്താ പറയണ്ടേ കറപ്ഷൻ തീരെ ഇല്ലാത്ത ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതുകൂടാതെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. ആപ്പ് സ്റ്റോറിലോട്ട് ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ, ഡെവലപ്മെൻറ്റ് നടക്കുന്നതേ ഉള്ളൂ. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കുക. ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക.
ട്രാൻസ്പെറൻ്റായിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിൽ. പക്ഷേ ഇതുവരെ അതിനൊന്നും വേണ്ടത്ര ഹൈപ്പൊന്നും ആരും തന്നിട്ടില്ല, ആരും ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക. ചെകുത്താൻ 2024 എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ചെഗു എന്ന് പറഞ്ഞൊരു പേജുണ്ട്, അതിനകത്ത് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ചെകുത്താൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ പേജുണ്ട്, അതിനകത്ത് മെസ്സേജ് അയക്കാം. മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കാൻ എല്ലാവർക്കും പറ്റും. അത് പൈസ കൊടുത്ത് തന്നെ ആവണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനുഷ്യരെ സഹായിക്കാനായിട്ടൊരു മാനസികാവസ്ഥ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക.